ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റഫീഖ് പെരുമ്പാവൂർ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. അവിടെ വാളയാറടുത്ത് സ്റ്റെപ്പിൻ ഫാം ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഫാമിലാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ബീറ്റൽ ആടുകളാണ്. നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ബീറ്റൽ ആടുകളല്ല, എല്ലാം തന്നെ പഞ്ചാബിൽ നിന്ന് ഡയറക്റ്റായിട്ട് വന്നേക്കുന്നതാണ്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാവും, ഫാം ലൈഫിൽ നിന്ന് ചെയ്തേക്കുന്ന വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോസിൽ കാണുന്ന ആടുകളാണ് ടോപ്പ് ക്വാളിറ്റിയിലുള്ള പഞ്ചാബി ബീറ്റൽസ് ആണ്. ഇതെല്ലാം കൊണ്ടുവന്നേക്കുന്നത് തന്നെ നമ്മുടെ നാട്ടിലുള്ള ഓരോ കർഷകർ അവർ പറഞ്ഞേക്കുന്ന അനുസരിച്ച്, ഓർഡർ അനുസരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നേക്കുന്ന ആടുകളാണ്. ഇത് പകുതിയിലധികം സെയിലായേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് കൊണ്ടുതന്നെ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുതന്നെ നമ്മുടെ ബഷീറാണ്. ബഷീർ ഭായിനോട് തന്നെ നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് ബഷീർ. ഇത് എൻ്റെ സുഹൃത്ത് ഷമീം മുതലോട. നമ്മൾ സ്റ്റെപ്പിൻ ഫാം ലൈഫ് എന്ന പേരിൽ വാളയാറ് ബീറ്റൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഫാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള പഞ്ചാബിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുന്ന ആടുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളവിടെ ഡയറക്റ്റ് പോയിട്ട് ആടുകളെ സെലക്ട് ചെയ്തിട്ട് ഒരു ബാച്ചായിട്ട് നമ്മൾ ട്രെയിനിലെത്തിക്കുകയാണ്. അത് ഡെയിലി അവിടുന്ന് ആട് കയറുന്നുണ്ട്. തമിഴ്നാട് ബേസ് ചെയ്തിട്ട് നമ്മൾ ഡെലിവറി എടുക്കുന്നുണ്ട്, അതേപോലെ പാലക്കാട്. അപ്പോൾ ബഷീർ ഭായി, എങ്ങനെയാണ് നിങ്ങൾ ഡയറക്റ്റ് പഞ്ചാബിൽ പോയി ആടുകളെ സെലക്ട് ചെയ്യുന്നത്? എത്ര വർഷമായി ഇപ്പോൾ ഇതുപോലെയുള്ള ആടുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയിട്ട്? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാമോ? അവിടെ നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ മാത്രം സെലക്റ്റീവായിട്ട് നിർത്തി ബ്രീഡ് ചെയ്യുന്ന ഒരുപാട് നല്ല കർഷകരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഞ്ചാബിൽ പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷമായി. തുടക്കത്തിലൊന്നും ഇത്തരം കർഷകരെ കോൺടാക്റ്റോ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഏരിയ കവർ ചെയ്തിട്ട് നല്ല ബ്രീഡേഴ്സ് എവിടെ ഉള്ളത്, നല്ല ആടുകൾ എവിടെ കിട്ടാൻ നമുക്കറിയാം. അപ്പോൾ മാർക്കറ്റിൽ നിന്നല്ല, ഡയറക്റ്റ് കർഷകരെ കയ്യിൽ നിന്നാണ് നമ്മൾ ആടുകൾ എടുക്കുന്നത്. അത് അതിൻ്റെ ലൈനേജ് നോക്കി, ഫാദർ എത്ര ആയിട്ടുണ്ട്, അതേപോലെ മദറിന് എത്ര മിൽക്കിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട്, കുട്ടികളുടെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടാവും, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഡയറക്റ്റ് പോയിട്ട് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പോയിട്ട് എങ്ങനെയായാലും ഒരു 2 ആഴ്ച നിന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിനുശേഷം പിന്നെ ട്രെയിൻ വഴിയാണ് ആടുകൾ എത്തിക്കുന്നത്. ആദ്യ കാലങ്ങളിലൊക്കെ ട്രക്ക് വഴിയായിരുന്നു വന്നിരുന്നത്. പക്ഷേ അതിൽ ഡാമേജസ് വരാൻ ചാൻസ് കൂടുതലാണ്, ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രെയിൻ വഴിയാണ് ഇപ്പോൾ ആടുകളെ കൊണ്ടുവരുന്നത്. ഒരു നിറച്ചനുള്ള ആട് വരെ നമ്മൾ ട്രെയിൻ വഴി എത്തിച്ചിട്ടുണ്ട്. ട്രെയിനിൽ വരുമ്പോൾ എത്ര ദിവസം എടുക്കും നമ്മുടെ നാട്ടിലേക്ക് ആടുകൾ എത്താനായിട്ട്? പിന്നെ ഈ വരുന്ന സമയത്ത് അവർക്ക് ഫുഡുകളപ്പോൾ എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു? ആടിനെ അവിടെ നിന്ന് കയറ്റുന്ന സമയത്ത് അത്യാവശ്യം ഫീഡ് കൊടുത്തിട്ടാണ് കയറ്റുന്നത്. ഏകദേശം 2 ദിവസത്തെ യാത്രയാണ് ആട് കേരളത്തിലെത്താൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2 പോയിന്റിൽ അവർക്ക് ഫീഡ് കൊടുക്കാൻ ആളെ നിർത്തിയിട്ടുണ്ട്. അതിനവർക്ക് ചാർജ് ഉണ്ട്. അവർ ഇലയും വെള്ളവും അതിന് കൊടുക്കും. അപ്പോൾ യാതൊരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതാണ് ആട് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ആടുകളെ നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണോ, നമ്മുടെ കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? പഞ്ചാബിൽ നിന്ന് ആട് കേരളത്തിലെത്തിയ ഉടനെ കർഷകർക്ക് കൊടുക്കുന്നില്ല. അതിന് നമ്മളൊരു ക്വാറന്റൈൻ പീരീഡ് വെച്ചിരുന്നു. ആ സമയം കഴിഞ്ഞ് ആട് ഹെൽത്തിയാണ്, ഓക്കെ ആണ് എന്ന് നമുക്ക് മനസ്സിലായതിനു ശേഷം മാത്രമേ നമ്മളത് അയച്ചു വിടുന്നുള്ളൂ. ഇത് ഒരു അറ്റ്മോസ്ഫിയറിന് മറ്റൊരു അറ്റ്മോസ്ഫിയറിലേക്ക് പെട്ടെന്ന് ചേഞ്ച് ആവുകയാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ മൈൻഡ് കട്ടാവും. മാനസികമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉള്ളിലുള്ള മറ്റ് പല പ്രശ്നങ്ങളും രോഗങ്ങളായിട്ട് പുറത്തു വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ഒബ്സർവ് ചെയ്ത് അവർ ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അത് കർഷകരിലേക്ക് കൊടുക്കുന്നുള്ളൂ. ക്വാറന്റൈൻ പീരീഡ് ശരിക്കും 14 ദിവസമാണ്. നമുക്കതിൽ കൂടുതൽ നിർത്തേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. ചിലപ്പോൾ നമുക്ക് ഈ 14 ദിവസത്തിൻ്റെ മുന്നേ തന്നെ എത്രയോ ഡെലിവറി കൊടുത്ത കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്കത് മനസ്സിലാവും, ഇവർ ഓക്കെയാണ്, ഇവരിപ്പോൾ കർഷകർക്ക് കൊടുത്താൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന ഒരു ഉറപ്പുണ്ടായതിനു ശേഷം നമ്മൾ ആട് കൊടുക്കുന്നുള്ളൂ. ചെറിയ ബീറ്റൽ കുട്ടികളെല്ലാം നിങ്ങൾ പഞ്ചാബിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? 6 മാസം മുതൽക്കുള്ള കുഞ്ഞുങ്ങളെ അവിടുന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ പെണ്ണാട്, പിന്നെ ബ്രീഡിംഗ് ബക്സ് വന്നിട്ട് ഇപ്പോൾ നിലവിൽ ഫാം ലൈഫിൻ്റെ അണ്ടറിലാണ് കേരളത്തിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ള മീൽസൊക്കെ നിൽക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ കൂടെ തള്ളയും കൂടി ഉണ്ടാവും. കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അഡോപ്റ്റ് ആയിട്ട് കിട്ടൂല, ക്വാറന്റൈൻ ഇട്ടാനാണ് ചാൻസ്. അപ്പോൾ ഇതുപോലെയുള്ള പഞ്ചാബി ബീറ്റൽസിനെ നിങ്ങൾക്കും വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫാം ലൈഫിൻ്റെ ബഷീർ ഭായിയുടെ നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ആടുകൾ ഏകദേശം നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ കേരളത്തിലെത്തിച്ച് ക്വാറന്റൈൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക.